വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല. ചോദ്യം ചെയ്യൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതിനിടെ സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഈ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്തുകൊണ്ടാണ് ഹാജരാകാത്തത്? എന്താണ് വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായി ശനിയാഴ്ച വിളിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ വാർത്തകൾ വന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ അടക്കം രാഹുലിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും രാഹുലിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റൽ, അതോടൊപ്പം പാലക്കാട് ഓഫീസ്, പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലെ വീട് എന്നിവിടങ്ങളിൽ തപാൽ മാർഗം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഫോൺ മുഖേനയുള്ള ഒരു കോളോ വാട്സപ്പിൽ ഒരു സന്ദേശമോ ലഭ്യമായിട്ടില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് രാഹുലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഹാജരാകുകയില്ല എന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല, ഈ വിവാദം പരസ്യമായ വിവാദങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെ 20-ാം തീയതി വൈകുന്നേരം വീട്ടിലെത്തിയ രാഹുൽ അതിനുശേഷം ഒരു തവണ മാത്രമാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. 45 മിനിറ്റ് ശേഷം തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട്. വിവാദം ഏറെക്കുറെ കെട്ടടങ്ങുന്നു എന്നതിന് സൂചനകൾ ലഭ്യമാണെങ്കിൽ മാത്രമേ അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തേക്ക് ഏതെങ്കിലും പരിപാടിയിലോ അല്ലെങ്കിൽ സന്ദർശനമോ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതയുള്ളൂ. പാലക്കാട് അടക്കം ഉള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അവിടേക്ക് എത്തിയാൽ ഉണ്ടാകാനിടയുള്ള വലിയ പ്രതിഷേധങ്ങളെ മുന്നിൽ കണ്ട് ജാഗ്രതയോടുകൂടി അദ്ദേഹം സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് തുടരുകയാണ്. അതേസമയം ഈ പുതിയതായി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമായിട്ടില്ല എന്നും രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അഭിലാൽ, അതേപോലെ ഈ സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടും കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ അന്വേഷണ സംഘം എപ്പോഴാണ് ഈ ഒരു നടപടികളിലേക്ക് കടക്കുക? എപ്പോഴാകും അന്വേഷണം ആരംഭിക്കുക? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയവും MLAയുമായോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല. അതേസമയം MLA പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴത്തെ കേസിന് പരാതിക്കാരിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ചുരുക്കത്തിൽ ആരെങ്കിലും മൊഴി നൽകാൻ തയ്യാറായില്ല എന്ന് വന്നാൽ അത് ഈ കേസിനെ ഗുരുതരമായി ബാധിക്കും. നിയമപരമായി ആ കേസ് നിലനിൽക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനിടയുണ്ട്. അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ പരാതിക്കാരിയായി രംഗത്ത് പരസ്യമായി വന്ന ആള് അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിച്ച് ആരോപണം ഉന്നയിച്ച ആൾ എന്നിവരെ തേടിപ്പിടിച്ച് കണ്ടെത്തി മൊഴിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ആളുകൾ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയാൽ അത് കേസിനെ ഗുരുതരമായി ബാധിക്കും. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ പരസ്യമായി രംഗത്ത് വന്ന ആളുകളുടെ കൈവശം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് കേസിന്റെ മുന്നോട്ടേക്കുള്ള പോക്കിന്. എന്തായാലും അന്വേഷണം ഈ വിഷയമായി പുറത്തു വന്ന വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇതിൽ പ്രധാനപ്പെട്ട കക്ഷിയായി മാറുകയും നിയമപരമായി ഇത് തെളിയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും അന്വേഷണ സംഘം വിപുലമായ കാര്യങ്ങളിലേക്ക് കടക്കും. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ഔദ്യോഗിക ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല എന്നൊരു വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.